Welcome to BSc Main Physics, Paper 3, Optics, Semester 6, 42nd lecture. Today's topic is optical pumping. Ruby laser. Optical pumping and ruby laser is the topic of discussion today. Semester 6, Paper 3, Optics. So, we see what is population inversion and pumping. Population inversion or pumping, and also optical pumping. And this is an important term. These are important terms in laser. When we study laser, we have to understand the population inversion and pumping. And there is also optical pumping, electrical pumping. Optical pumping is more important. So you see, in order to have stimulated emission, there must be a large number of atoms in the excited state. Under normal condition being most stable, atoms are mostly in the ground state. Bringing a large number of atoms to the excited state is called population inversion or pumping. For pumping, energy is needed. If photons, light energy, are used for this purpose, the process is called optical pumping. You see it again. In order to have a stimulated emission, there must be a large number of atoms in the excited state. Under normal condition, being most stable, atoms are mostly in the ground state. Bringing a large number of atoms to the excited state is called population inversion or pumping. For pumping, energy is needed. If photons are used for this purpose, the process is called optical pumping. അതായത് നമ്മൾ ലേസറിൻ്റെ പ്രൊഡക്ഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് ഫോട്ടോൺ, സ്റ്റിമുലേറ്റിംഗ് ഫോട്ടോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റവുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ആറ്റവുമായിട്ട് കൊളൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണ കേസിൽ സാധാരണ ടെമ്പറേച്ചറിൽ ഒരു വസ്തുവിനകത്ത് കൂടുതൽ ആറ്റംസും ഗ്രൗണ്ടിലാണ് വളരെ കുറച്ച് ആറ്റംസ് മാത്രമേ എക്സൈറ്റഡ് കാണുള്ളൂ. അപ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോൺ വന്നാൽ, ഒരു സ്റ്റിമുലേറ്റിംഗ് ഫോട്ടോൺ വന്നാൽ എക്സൈറ്റഡിലെ ആറ്റവുമായിട്ടുള്ള കൊളീഷന് സാധ്യത കുറവാണ്. കാരണം നോർമൽ കേസിൽ എക്സൈറ്റഡിൽ ആറ്റമുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ആറ്റമുകളുടെ എണ്ണം കൂട്ടണം, എക്സൈറ്റഡിൽ ആറ്റമുകളുടെ എണ്ണം കൂട്ടണം എങ്കിൽ മാത്രമേ സ്റ്റിമുലേറ്റഡ് എമിഷൻ സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ ലേസർ ആക്ഷൻ നടക്കണമെങ്കിൽ കൂടുതൽ ആറ്റംസ് എക്സൈറ്റഡ് വേണം. അപ്പം അങ്ങനെ കൂടുതൽ ആറ്റംസിനെ എക്സൈറ്റിൽ കൊണ്ടുവരാനുള്ള ടെക്നിക്കിനെ, കൂടുതൽ ആറ്റംസിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ, ഹയർ സ്റ്റേറ്റിൽ കൊണ്ടുവരാനുള്ള ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ആ വാക്ക് മനസ്സിലാക്കുക. സാധാരണ പോപ്പുലേഷൻ ഗ്രൗണ്ടിൽ കൂടുതലും എക്സൈറ്റിൽ കുറവും. സാധാരണ പോപ്പുലേഷൻ ആറ്റത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കൂടുതലും എക്സൈറ്റഡിൽ കുറവാണ്. എക്സൈറ്റഡിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ലേസർ ആക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൂടുതൽ ആറ്റമുകളെ കൊണ്ടുവരുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ അല്ലെങ്കിൽ പമ്പിംഗ് എന്ന് പറയും. പമ്പിംഗ് ഉയർത്തുക, എനർജി കൂട്ടി ഉയർത്തുക എന്നുള്ള അർത്ഥം. അപ്പം അങ്ങനെ ചെയ്യാൻ നമുക്ക് ലൈറ്റ് എനർജി ഉപയോഗിക്കാം. ലൈറ്റ് കൊടുത്താൽ ഒരു കണ്ടെയ്നറിനകത്തുള്ള ആറ്റമുകൾക്ക് ലൈറ്റ് എനർജി കൊടുത്താൽ ഈ ലൈറ്റ് ഫോട്ടോൺസ് അബ്സോർബ് ചെയ്തിട്ട് ആറ്റമെല്ലാം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോവും. അങ്ങനെ പോകുന്നതിന് ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് പറയും. ഇനി ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം, ഇലക്ട്രിക് ചാർജ് ഡിസ്ചാർജ് ഉപയോഗിക്കാം, അങ്ങനെയും പമ്പ് ചെയ്യാം. അന്നേരം ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് പറയും. ഈ റൂബി ലേസറിനകത്ത് ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് എംപ്ലോയ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസറാണ്, പഠിച്ചുകൊള്ളാം. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. മെറ്റാസ്റ്റേബിൾ എന്ന വാക്കിനർത്ഥം അൺസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്നുകൂടി അർത്ഥമുണ്ട് മെറ്റാസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ പ്രധാന പോയിന്റ്, എല്ലാ മീഡിയവും ലേസർ മീഡിയ അല്ല. അപ്പോൾ ലേസർ നിർമ്മിക്കാനായിട്ട് ചില മീഡിയം വേണം. അപ്പോൾ റൂബി ഒരു എക്സാമ്പിളാണ്. റൂബി ലേസർ മീഡിയ ആണ്. ഹൈഡ്രജൻ നിയോൺ ലേസർ മീഡിയ ആണ്. കാർബൺ ഡയോക്സൈഡ് ലേസർ മീഡിയ ആണ്. പക്ഷേ ഓക്സിജൻ ലേസർ മീഡിയ അല്ല. ഹൈഡ്രജൻ മാത്രം എടുത്ത ലേസർ മീഡിയം അല്ല. അയോഡിൻ അതുപോലെയുള്ളൊന്നും ലേസർ മീഡിയ അല്ല. അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് ലേസർ മീഡിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചില വസ്തുക്കൾ മാത്രമേ ലേസർ ഉണ്ടാക്കുന്ന മീഡിയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താ കാരണം? അതിന് കാരണം ചില വസ്തുക്കളിൽ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ആറ്റത്തിന്
ലൈഫ് ടൈം കുറവാണ്. കൂടുതൽ നേരം ഇരിക്കണം. ഈ ആറ്റം എക്സൈറ്റഡിൽ കൂടുതൽ നേരം ഇരുന്നാൽ മാത്രമേ നമ്മൾ പറഞ്ഞ ലേസർ ആക്ഷൻ ഉണ്ടാകുള്ളൂ. നോർമൽ കേസിൽ ആറ്റമുകളിൽ എക്സൈറ്റഡ് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് താഴത്തേക്ക് വീഴും. അപ്പോൾ താഴോട്ട് വീഴാതെ ഉയർന്ന സ്റ്റേറ്റിൽ ആറ്റമുകളെ ഇരുത്താനും കഴിവുള്ള വസ്തുക്കൾ മാത്രമേ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കാർബൺ ഡൈഓക്സൈഡ് പോലെയുള്ള മീഡിയത്തിൽ അല്ലെങ്കിൽ റൂബി പോലെയുള്ള മീഡിയത്തിൽ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തൊട്ടടുത്ത് മറ്റൊരു സ്റ്റേറ്റ് ഉണ്ട്. എക്സൈറ്റഡ് തൊട്ടടുത്ത് മറ്റൊരു സ്റ്റേറ്റ് ഉണ്ട്. അതിനെ നമ്മൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയാം, അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. അവിടെ ആറ്റമുകൾക്ക് കൂടുതൽ ലൈഫ് ടൈം ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആറ്റംസിനെ കൊണ്ടുവന്ന് നമുക്ക് മെറ്റാസ്റ്റേബിൾ ഇരുത്താം. അങ്ങനെ പോപ്പുലേഷൻ ഇൻവേർഷൻ സാധിക്കാം. പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടെങ്കിൽ പിന്നെ ലേസർ ആക്ഷൻ പോസിബിളാണ്. ഇതാണ് ഡിസ്കഷൻ. അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റും കാഴ്ച നോക്കി, ഈ പടം നോക്കി എനിക്ക് മനസ്സിലാകും. താഴെ കാണുന്ന G അല്ലെങ്കിൽ E1 ഗ്രൗണ്ട് സ്റ്റേറ്റാണ്. അവിടെയാണ് സാധാരണ കേസിൽ ഭൂരിപക്ഷ ആറ്റം ഇരിക്കുന്നത്. മുകളിൽ കാണുന്ന E3 അത് എക്സൈറ്റഡ് സ്റ്റേറ്റാണ്. ഇപ്പോൾ ലേസർ മീഡിയത്തിൽ തൊട്ടടുത്തൊരു സ്റ്റേറ്റ് ഉണ്ട്. ആ E3 താഴെ ഒരു E2 ഉണ്ട്. ആ E2നെ വിളിക്കുന്ന പേരാ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, M എന്ന് പറയും. E2M മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. നിങ്ങൾ വായിക്കാം, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അതൊരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്, പക്ഷേ അത് ഈ ഹയർ സ്റ്റേറ്റിന് അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ പമ്പിങ്ങിൻ്റെ ഒരു കാര്യം കൂടി സൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിക്കൽ പമ്പിങ് അതൊരു 560 ഒരു വേവിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. 560 നാനോമീറ്റർ. 560 നാനോമീറ്റർ കൊണ്ട് നമ്മൾ പമ്പ് ചെയ്ത് പിന്നെ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ആറ്റമുകളെ കൊണ്ടുപോകുന്നപ്പോഴാണ് ലെഫ്റ്റ് ലൈനായിട്ട് വലിച്ചിരിക്കുന്നത്. ഈ എക്സൈറ്റഡ് E3 ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് E2ലേക്ക് ഈ ആറ്റം ഇറങ്ങിയിരിക്കും. അപ്പം അങ്ങനെ ഇറങ്ങുമ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യത്തില്ല. നമുക്കറിയാം, ഒരു ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവറിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ E3 എക്സൈറ്റഡ് ചെന്നിട്ട് മെറ്റാസ്റ്റേബിളിലേക്ക് E2ലേക്ക് ഈ ആറ്റം സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് വരത്തില്ല. അതുകൊണ്ടാണ് അവിടെ റേഡിയേഷൻ ലെസ് ട്രാൻസിഷൻ കാണിച്ചിരിക്കുന്നത്. റേഡിയേഷൻ ലെസ്. E3യിൽ നിന്ന് E2 എന്ന് പറയുന്ന മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, ഹയർ സ്റ്റേറ്റിലേക്ക് ആറ്റം സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ ലെസ് ട്രാൻസിഷൻ എന്ന് പറയും. ഇനി മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇതിന് ഈ ആറ്റത്തിന് കൂടുതൽ ലൈഫ് ടൈം ഉണ്ട്, കൂടുതൽ നേരം ഇരിക്കാം. അവിടെ നിന്ന് താഴോട്ട് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലേസർ പുറത്തേക്ക് കിട്ടും. ലേസർ ട്രാൻസിഷൻ. അപ്പോൾ അതിവിടെ ഒരു റൂബി ലേസറിൻ്റെ വേവിൽ എന്താ എഴുതിയിരിക്കുന്നത്? റൂബി ലേസറിൻ്റെ 694.3 നാനോമീറ്റർ അങ്ങനെയുള്ള ലേസർ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നോക്കുക മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്താണ്. കൺസിഡർ ദ മെറ്റീരിയൽ ഹൂസ് ആറ്റംസ് റിസൈഡ് ഇൻ 3 ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ് ആസ് ഇൻ ഫിഗർ. 3 വ്യത്യസ്തമായ ലെവലിൽ ആറ്റംസ് ഇരിക്കുന്ന ഒരു വസ്തുവിനെ വിചാരിക്കുക. അതായത് 3 ലെവൽ E1, E2, E3 ആണ്. The atoms in the ground state E1 are pumped to E3 by a photon of energy. അപ്പോൾ E1 നിന്ന് E3യിലേക്ക് നമുക്ക് ഫോട്ടോൺ കൊടുത്തിട്ട് ആറ്റമുകളെ പമ്പ് ചെയ്യാം, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ നടത്താം. ആ H2 - E1. ഇത് the excited atoms undergo non-radiative transition, that is radiation-less transition, to the level E2. E2 is called metastable state. ഇപ്പോൾ ആ പടത്തിൽ നമ്മൾ മാർക്ക് ചെയ്തതുപോലെ E2 ആണ് metastable state. The atoms remain in the metastable state for a comparatively long time. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ കൂടുതൽ ഇരിക്കും. Thus there will be more atoms in the higher metastable state E2 than in the ground state E1. That is, we have population inversion. അങ്ങനെ കൂടുതൽ ആറ്റംസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ വരുമ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ സാധ്യമായി എന്ന് പറയാം. The metastable state. The atoms in the metastable state E2 are
are then stimulated by photon of energy h2 c2 minus c1. ഇപ്പം മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള ഫോട്ടോൺസിന് u2 മൈനസ് c1 ഈക്വൽ h എനർജിയുള്ള മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള ആറ്റമുകളെ u2 മൈനസ് c1 ഈസ് h എനർജിയുള്ള ഫോട്ടോൺസ് കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. This results in the emission of laser beam. This method is used in റൂബി ലേസർ. അപ്പോൾ ഈ മെത്തേഡാണ് റൂബി ലേസറിൽ നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഇനി അടുത്ത നമുക്ക് റൂബി ലേസറാണ്. ഇത് എസ് എ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വളരെ കുറച്ച് എസ് എ ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷനും ഈ റൂബി ലേസറും കൂടിയാണ് ചേർത്താണ് എസ് എ ആയിട്ട് വായിക്കുന്നത്. ആ പടം ഒന്ന് മനസ്സിലാക്കുക. എ ബി എന്ന് പറയുന്നൊരു ക്രിസ്റ്റൽ കാണിച്ചിട്ടുണ്ട് താഴെ, അതാണ് റൂബി. അല്ല, എ എന്നുള്ള സൈഡ് സിൽവേർഡ് ആണ്, ബി എന്നുള്ള സൈഡ് സെമി സിൽവേർഡ് ആണ്. ആ സെമി സിൽവേർഡ് ഫേസിൽ കൂടിയാണ് ഈ ലേസർ പുറത്തേക്ക് വരുന്നത്. ലേസർ പുറത്തേക്ക് വരുന്നത് ആരുമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ റൂബിയെ ചുറ്റി ഒരു ഫ്ലാഷ് ലാമ്പ് ഉണ്ട്, ഒരു ട്യൂബ് ഉണ്ട്, ലൈറ്റ് ട്യൂബ്, ഫ്ലാഷ് ലാമ്പ് എന്ന് പറയുന്നത് ചുറ്റി വെച്ചിരിക്കുകയാണ്. അത് അങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ രണ്ടറ്റം ഒരു പവർ സോഴ്സ് PS മുകളിൽ പവർ സോഴ്സ് കണക്ട് ചെയ്യും. അപ്പോൾ പവർ സോഴ്സ് കറണ്ട് അയക്കാൻ വേണ്ടിയാണ്. കറണ്ട് അയക്കുമ്പോൾ ഈ ലൈറ്റ് ചുറ്റിയിരിക്കുന്ന ബൾബ് അത് ഫ്ലാഷ് ചെയ്യും, ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. അകത്തുള്ള റൂബി ഈ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ പോപ്പുലേഷൻ ഇൻവേർഷൻ സംഭവിക്കും. അതാണ് പടം. ലേസറാണ് പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ എന്തൊക്കെയാണ്? PS പവർ സോഴ്സ് നോക്കിയേ, PS സൈഡ് ചെയ്തിട്ടുണ്ട്. PS പവർ സോഴ്സ്, FL ഫ്ലാഷ് ലാമ്പ്, FL ഫ്ലാഷ് ലാമ്പ് താഴെ കാണിച്ചിട്ടുണ്ട്. A സിൽവേർഡ് ഫേസ്, റൂബി എന്ന് പറയുന്നത് AB ആണ്. അതിൽ A സിൽവേർഡ് ഫേസ്, B സെമി സിൽവേർഡ് ഫേസ്. ഇപ്പോൾ റൂബിയുടെ നിർമ്മാണം, പ്രൊഡക്ഷൻ, റൂബി ലേസറിൻ്റെ നിർമ്മാണം പറയുകയാണ്. ഈ 1960 എല്ലാം വളരെ ക്ലിയർ ആയിട്ടോ, ഒന്ന് വായിച്ചാൽ മതി. ഈ 1960 ടീച്ച് മെയ്മാൻ കൺസ്ട്രക്റ്റഡ് ദ ഫസ്റ്റ് ലേസർ നോൺ ആസ് റൂബി ലേസർ. മെയ്മാനാണ് നിർമ്മിക്കുന്നത്. എ സിലിണ്ടറിക്കൽ പിങ്ക് റൂബി ഹാവിംഗ് ഡയമീറ്റർ 2 cm ആൻഡ് ലെങ്ത് 10 cm വിത്ത് എൻഡ് ഫേസസ് പ്ലെയിൻ ആൻഡ് പാരലൽസ് ടേക്കൺ. ഒരു റൂബി ക്രിസ്റ്റലാണ് ചൂസ് ചെയ്യുന്നത്. ആ റൂബി ക്രിസ്റ്റൽ ഡയമീറ്റർ 2 cm എബൌട്ട് വരാം. അപ്പോൾ നീളം ഒരു 10 cm, 10, 12, 8 cm നീളമുള്ള റൂബി ക്രിസ്റ്റൽ എടുക്കണം. എന്താണ് റൂബി? ദ റൂബി കണ്ടെയ്ൻസ് മോസ്റ്റ്ലി അലൂമിനിയം ഓക്സൈഡ് Al2O3. ഇറ്റ് ഓൾസോ contains a small amount of chromium, 0.05% by weight. അപ്പോൾ റൂബി എന്ന് പറഞ്ഞാൽ അലൂമിനിയം ഓക്സൈഡിൻ്റെയും ക്രോമിയം ഓക്സൈഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. പക്ഷേ ക്രോമിയം ഓക്സൈഡ് വളരെ കുറവാണ്, 0.05% ഉള്ളു. ബാക്കി 99.95% അലൂമിനിയം ഓക്സൈഡാണ്. ഇതിൻ്റെ ഫോം Cr2O3. ഇപ്പോൾ ക്രോമിയം ഓക്സൈഡിൻ്റെയും അലൂമിനിയം ഓക്സൈഡിൻ്റെയും കോമ്പിനേഷനാണ് റൂബി. അതിൽ ക്രോമിയത്തിൻ്റെ അളവ് വളരെ കുറവാണ്, 0.05% ഉള്ളി. അങ്ങനെയാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. ക്രോമിയം ആറ്റമുകളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ഈ റൂബിക്കിന് പ്രത്യേകതയുണ്ട്. നോക്കിക്കേ, there are about 1.62 into 10⁻⁹ chromium ions. Chromium ion charged atom. Chromium ions per cc of the crystal. ക്രിസ്റ്റലിൻ്റെ പെർ സിസിയിൽ ഇത്രയും ക്രോമിയം അയൺസ് ഉണ്ട്. ഇത് ക്രോമിയം അയൺസ് ഹാവ് സൂട്ടബിൾ എനർജി allows to produce ലേസർ. ലേസർ നിർമ്മിക്കാനുള്ള എനർജി ലെവല് ഈ ക്രോമിയത്തിനുണ്ട്, അല്ലെങ്കിൽ ക്രോമിയത്തിന് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട് എന്നർത്ഥം. വൺ എൻഡ് ഫേസസ് A of the cylindrical of the crystal is made perfectly reflecting and the other face made partial reflecting. ഒന്ന് സിൽവർ ചെയ്യും പൂർണ്ണമായിട്ട്, മറ്റ് സെമി സിൽവർ ചെയ്യും. B എന്നുള്ള ഫേസ്. The ruby is illuminated on its side by light from a flash lamp and thus optical pumping is achieved. ഫ്ലാഷ് ലാമ്പിൽ ലൈറ്റാണ് ഒപ്റ്റിക്കൽ പമ്പിങ് നടത്തുന്നത്. A spontaneously emitted photon traveling through the crystal will stimulate ions
ഇൻറ്റു. അപ്പം അതിനകത്തൊരു ഫോട്ടോൺ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായാൽ അത് ആറ്റമുകളെ സ്റ്റിമുലേറ്റ് ചെയ്യും. An excited state to undergo ഒരു ഫോട്ടോൺ ആറ്റമിനെ എക്സൈറ്റഡ് ആറ്റമിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ടു അണ്ടർഗോ ട്രാൻസിഷൻ ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. ദി ആക്ഷൻ ഈസ് ഇൻറ്റൻസിഫൈഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് റിഫ്ലക്റ്റിംഗ് പ്ലെയിൻസ്, കണ്ണാടികൾ. ബിക്കോസ് ഓഫ് these mirrors, a photon passing along the axis of the ruby crystal shuttle through the crystal thousands of times within a fraction of a second. അപ്പോൾ എയിലും ബിയിലും രണ്ട് കണ്ണാടിയാണല്ലോ, സെമി സിൽവേർഡ്. അപ്പോൾ ഒരു ആറ്റം, ഒരു ഫോട്ടോൺ സ്പോണ്ടേനിയസ് ആയിട്ട് അതിനകത്ത് ഉണ്ടായാൽ അത് മുന്നോട്ടും പുറകോട്ടും ഷട്ടിൽ ചെയ്യും. ഒരു സെക്കൻഡ് അംശത്തിൽ തന്നെ ആയിരക്കണക്കിന് പ്രാവശ്യം. ഇൻ ഈച്ച് ലാപ്പ്, ഈ ഫോട്ടോണിൻ്റെ ഓരോ കുതിപ്പിലും ലാപ്പ്, in each lap it knocks out several new photons and the action cascades. അപ്പോൾ ഇങ്ങനെ ഈ ഫോട്ടോണിൻ്റെ മുന്നോട്ടും പുറകോട്ടുള്ള ഓരോ കുതിപ്പിലും അത് ആയിരക്കണക്കിന് ആറ്റമുകളായിട്ട് കൊളൈഡ് ചെയ്തിട്ട് അവയുടെ ഫോട്ടോൺസിനെ പുറത്തേക്ക് വരാൻ കാരണമാകും. അതിൻ്റെ ആക്ഷൻ കാസ്കേഡ്സ്, ഈ ആക്ഷൻ തുടരും. Since these photons are in phase, a very intense beam of light laser emerges out of the. അപ്പോൾ ഇത് ഇങ്ങനെ അനേക ഫോട്ടോൺസ് വരുമ്പോൾ ആ സെമി സിൽവേർഡ് ഫേസിൽ കൂടി ഒരു ബീം പുറത്തേക്ക് വരും. ത്രൂ ദി പാർഷ്യലി ട്രാൻസ്മിറ്റിംഗ് എൻഡ്, ബി എന്ന് പറയുന്നതാണ് ട്രാൻസ്മിറ്റിംഗ് എൻഡ്. അതിലൂടെ ഒരു ഇൻറ്റൻസ് ബീം പുറത്തേക്ക് വരും. അതാണ് ruby laser. The laser emitted by ruby are red in color and has a wavelength of 6943 angstrom. അപ്പോൾ ഇതാണ് റെഡ് കളറുള്ളതാണ് റൂബി ലേസറിൻ്റെ പ്രത്യേകത. റെഡ് കളറിലാണ് ഉള്ള ലേസർ ഇരിക്കുന്നത്. അതിൻ്റെ വേവ് ലെങ്ത് 694.3 ആങ്സ്റ്റർ. നമ്മൾ പടത്തിൽ കാണിച്ചിട്ടുണ്ട്, നേരത്തെയുള്ള മെറ്റാസ്റ്റേബിൾ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. 694.3 ആണ് ലേസറിൻ്റെ, അല്ലെങ്കിൽ 94.3 എന്നുള്ളത് നാനോമീറ്ററിൽ. 6943 ആങ്സ്ട്രോമാണ് ഇതിൻ്റെ വേവ് ലെങ്ത് ആങ്സ്ട്രോമിൽ. ഇനി റൂബി ലേസറിൻ്റെ എനർജി ലെവലിലേക്ക് കൂടി പറയാം. ലേസർ പ്രൊഡക്ഷൻ ഇൻ റൂബി ലേസർ ഈസ് ഷോൺ ദി ഡയഗ്രാം. ആ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൻ്റെ പടം തന്നെയാണ് വീണ്ടും വരക്കുന്നത്. ജി ഈസ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എം ഈസ് ദി മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഫോർ ക്രോമിയം എനർജി ലെവൽസ്. ആ പടത്തിനെ വീണ്ടും പരിശീലിക്കേണ്ട ചെറിയ വ്യത്യാസമാണുള്ളത്. വേവ് ലെന്ത് നമുക്ക് വേറെ ഉപയോഗിക്കാം. ഇവിടെ ഇവിടെ നമ്മൾ E1 E2 E3 പഴയപോലെ കാണിച്ചിട്ടുണ്ട്. ആ എം ആണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. നോൺ റേഡിയേഷൻ ട്രാൻസിഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ ലെസ് ട്രാൻസിഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യ കേസിൽ പമ്പിങ് നമ്മൾ നേരത്തെ 560 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് 460 നാനോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. ആ 460 560 ആയിരിക്കും. 560 നാനോമീറ്റർ. പിന്നെ 660 കൊണ്ട് നമുക്ക് ബൊമ്പാർഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തത് 460 എഴുതുക. ആ 460 ഇവന് 560 ചെയ്യാൻ മതി. നമ്മൾ നേരത്തെയുള്ള പടം തന്നെ പിടിച്ചാൽ മതി. പല വിവരത്തിൽ ഓരോ ലെവലിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ പമ്പിങ് ഓഫ് ഫോട്ടോൺ അവിടെ 560 കൊടുക്കുക. 560 കൊടുക്കുക. ആ 4 മാറ്റി 5 ആക്കിക്കോളൂ. പിന്നെ മറ്റത് ആ മെറ്റാസ്റ്റേബിളിലേക്ക് നേരിട്ട് പമ്പ് ചെയ്യാം. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് നേരിട്ട് പമ്പ് ചെയ്യാം. അത് 660 നാനോമീറ്റർ. 560 660 അത് കൊടുത്താണ്. ഇപ്പോൾ ഓർത്തിരിക്കാം. ലേസർ മിഷൻ എമ്മിൽ നിന്ന് ജിയിലേക്കാണ്, ഗ്രൗണ്ടിലേക്കാണ്. മെറ്റാസ്റ്റേബിൾ നിന്ന് ഗ്രൗണ്ടിലേക്കാണ്. അപ്പോൾ അവിടെ വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് 694.3 നാനോമീറ്റർ. അപ്പോൾ പമ്പിങ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി അതൊക്കെ വേവ് ലെങ്ത് 560 മറ്റേത് 660 ആയിക്കോളൂ. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 460 എന്ന് ചില ബുക്കിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ലെവൽസ് ആർ ഷോൺ. ഇത് ലൈഫ് ടൈം അതാണ് പറയുന്നത്. ഇത് ലൈഫാണ് കേട്ടോ. അവിടെ ഒരു വാക്ക് ലൈഫ് എന്നാണ്.
The lifetime of chromium ions in metastable state is high, 10 raised to minus 3 second. The transition from M to G results in the production of laser. M ൽ ജിയിലേക്ക് ഈ ആറ്റം സഞ്ചരിക്കുമ്പോൾ ആണ് ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നത്, ഈ റൂബി ലേസർ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എസ് എ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ റൂബി ലേസർ, ഡിസ്കസ് ഇറ്റ്സ് എനർജി ലെവൽ ഡയഗ്രാം. റൂബി ലേസർ പറഞ്ഞിട്ട് എനർജി ലെവൽ ഡയഗ്രാം പറയുക. That is the essay. And the essay question will be given in the next slide, next class. And here the essay is, what is tumulative emission? Explain Ruby laser. Oh, this question you read. Explain Ruby laser, discuss his energy level diagram. നമ്മൾ പടം വരച്ച് ഇവിടെ വരെ പറയണം. അപ്പോൾ ആ വേവ് എന്ന് നിങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പറയണം. ആദ്യത്തത് 460 പകരം 560 എഴുതിയാലും മതി. 560 പിന്നെ മറ്റേ 660 എല്ലാം നാനോമീറ്ററിലാണ് പടത്തിൽ കൊടുത്തിരിക്കുന്നത്. And that is all with your 42nd lecture on optics, Ruby laser. Laser we continue in the next class.